കണ്ണൂരിൽ വാഹനാപകടത്തിൽ 5 പേർ മരിച്ചു. ലോറിയും കാറും കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത്. മൃതദേഹങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. സന്തോഷുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സന്തോഷ്, ഗുഡ് മോർണിംഗ്. കീർത്തി, ഗുഡ് മോർണിംഗ്. സന്തോഷ്, ദാരുണ സംഭവത്തിന്റെ വിശദാംശങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. എനിക്ക് തോന്നുന്നു സന്തോഷ് അപകടം നടന്ന സ്ഥലത്താണുള്ളതെന്ന്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? കീർത്തി, ഇന്നലെ രാത്രി 10:15 അതിദാരുണമായ സംഭവം ഉണ്ടായത്. പയ്യന്നൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന കാറും എതിർദിശയിൽ വരികയായിരുന്ന ഈ ഗ്യാസ് സിലിണ്ടറുകൾ നിറച്ച ലോറിയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഈ അപകടത്തിൽ ഒരു കുടുംബത്തിലെ 5 പേരാണ് മരിച്ചത്. ഡ്രൈവർ ഉൾപ്പെടെ 4 പേർ തൽക്ഷണം പുറത്തെടുക്കുമ്പോഴേക്കും മരിച്ചിരുന്നു. ഒരു 9 വയസ്സുകാരന് പുറത്തെടുക്കുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നെങ്കിലും പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് ക്കുമ്പോഴേക്കും മരിക്കുകയായിരുന്നു. ഈ മരിച്ചത് ഈ കാറിൻ്റെ ഡ്രൈവർ കാസർഗോഡ് നീലേശ്വരം സ്വദേശിയായ പത്മകുമാർ, അതോടൊപ്പം തന്നെ ഭീമനടി സ്വദേശിയായ സുധാകരൻ, ഭാര്യ അജിത, അജിതയുടെ പിതാവ് കൃഷ്ണൻ, അജിതയുടെ സഹോദരൻ അജിത്തിൻ്റെ മകനായ 9 വയസ്സുകാരനായ ആകാശ് എന്നിവരാണ് മരിച്ചത്. ഈ പയ്യന്നൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഈ കാറിൻ്റെ പിൻഭാഗത്ത് മറ്റൊരു ലോറി, പുറകിൽ നിന്ന് വന്ന ലോറി ഇടിക്കുകയും നിയന്ത്രണം വിട്ട കാർ എതിർദിശയിൽ വരികയായിരുന്ന ഈ ടാങ്കറുകൾ, ഈ ഗ്യാസ് സിലിണ്ടറുകൾ കയറ്റിയ ലോറിയിലേക്ക് ഇടിച്ചു കയറുകയുമായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തന്നെ തകർന്ന നിലയിലാണ്. ഉടൻ തന്നെ അടുത്തുണ്ടായിരുന്ന നാട്ടുകാരും ഇവിടെ ടർഫിൽ കളിക്കുകയായിരുന്നവരും അഗ്നിരക്ഷാസേനയെയും പോലീസിനെയും വിവരമറിയിക്കുകയും കാറ് വെട്ടിപ്പൊളിച്ചാണ് അകത്തുള്ളവരെ പുറത്തെടുത്തത്. ഈ പുറത്തെടുക്കുമ്പോഴേക്കും തന്നെ 4 പേർ മരിച്ചിരുന്നു. ഒരു കുട്ടിക്ക് 9 വയസ്സുകാരൻ ആ സമയത്ത് ജീവൻ ഉണ്ടായിരുന്നു. എന്നാൽ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുമ്പോഴേക്കും ജീവൻ രക്ഷിക്കാനായില്ല. അത്തരത്തിൽ ഈ ഇടിയുടെ ആഘാതത്തിൽ തന്നെ കാർ പൂർണ്ണമായും തകരുകയും കാറിനകത്തുണ്ടായിരുന്നവരെല്ലാം കാറിൽ അകപ്പെടുകയുമായിരുന്നു. ഈ ഒരു അപകടം ഈ ശരിക്കും നാട്ടിനെ ഞെട്ടിച്ച ഒരു അപകടമായി ഇത് മാറുകയായിരുന്നു. ഒരു അപകടത്തിൽ കുടുംബത്തിലെ 4 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അതോടൊപ്പം തന്നെ അവിടെയുള്ള ഡ്രൈവർക്ക് കൂടിയാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഈ മരിച്ച സുധാകരൻ്റെ മകൻ സൗരവിനെ കോഴിക്കോട് CA കോഴ്സിന് ചേർത്തതിന് ശേഷം ഹോസ്റ്റലിലാക്കി തിരിച്ചു വരുന്ന വഴിയാണ് ഈ കുടുംബം സഞ്ചരിച്ച ഈ കാറ് അപകടത്തിൽപ്പെട്ടത്. ഈ അപകടം സംഭവിച്ച ഉടനെ തന്നെ കാറിലുണ്ടായവർ അവരുടെ ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. ആരുടെയും ജീവൻ രക്ഷിക്കാനായില്ല. രക്ഷാപ്രവർത്തനം വളരെ വേഗത്തിൽ തന്നെ നാട്ടുകാർ നടത്തിയെങ്കിലും അത് ഈ ഇടിയുടെ ആഘാതത്തിൽ അതേസമയം തന്നെ തൽക്ഷണം തന്നെ അവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും അതിദാരുണമായ അപകടത്തിനാണ് ഇന്നലെ രാത്രി സാക്ഷ്യം വഹിച്ചത്. കീർത്തി, ശരി, സന്തോഷാണ് ആ വിവരങ്ങൾ.